നമസ്കാരം. ശിവടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് +1 ബാച്ചിന്റെ മലയാളത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ നോക്കാം. +1 പരീക്ഷ നമുക്ക് നാളെ തുടങ്ങുകയാണ്. +1 +2 പരീക്ഷകൾ. അപ്പോൾ അതിന്റെ ഒരു റിവിഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഇപ്പൊ +1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ +2ന്റെ നിങ്ങൾക്ക് അറിയാം 2.5 മണിക്കൂറാണ്, 80 മാർക്കിന്റെ ചോദ്യ പേപ്പറാണ്. അതിനു മുമ്പ് നമുക്ക് 2.5 മണിക്കൂറിന് മുമ്പ് കിട്ടുന്ന 15 മിനിറ്റ് സമയം വ്യക്തമായിട്ട് ഉപയോഗിക്കുക. അതായത് നമുക്ക് ഓരോ ചോദ്യങ്ങൾക്ക് 2 ഉത്തരം വീതം തിരഞ്ഞെടുത്ത് എഴുതേണ്ടതുണ്ട്. ആ 2 ഉത്തരങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനുള്ള സമയം, അതുപോലെ ജീവചരിത്ര കുറിപ്പുണ്ടെങ്കിൽ അതിന്റെ അതൊന്ന് വായിച്ചു വെക്കാനുള്ള സമയം, ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള സമയം, പിന്നെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നിരവധി ഓപ്ഷൻസ് ഉണ്ട്. 6 തന്നിട്ട് 5 എഴുതുക, 4 തന്നിട്ട് 3 എഴുതുക. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എഴുതാൻ കഴിയുന്നത് ആ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയം കൂടെ ആയിട്ട് നമ്മൾ ഈ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കണം. അപ്പൊ ഇതിൽ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ ഉത്തരം എഴുതുക. 2 മാർക്ക് വീതമാണ്, 2 സ്കോറാണ്. അതുകൊണ്ട് തന്നെ 2 ആൻസർ എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക നൽകുന്ന പ്രചോദനം എന്താണ്? അതായത് ഇതിലെ ഉത്തരങ്ങളിൽ തീറ്റ തേടുന്നതാണ് ജീവിതം, കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കണം, ഒതുങ്ങി ജീവിക്കുക, പുതിയ വഴികളിലൂടെ പറക്കണം, സഞ്ചരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. 2 ഉത്തരം കണ്ടെത്തണം. ഇതിൽ വരുന്നത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കണം എന്നുള്ളതായിരുന്നു ജോനാഥന്റെ ആഗ്രഹം. അവൻ നൽകുന്ന പ്രചോദനം അതാണ്. രണ്ടാമത്തേത്, പുതിയ വഴികളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള കഴിവ് തന്റെ കൂടെയുള്ള കാക്കകൾക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ചവനാണ് അവൻ. ആ 2 ഉത്തരങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, കായലരികെത്തുന്ന ചലച്ചിത്രത്തിലെ ബിംബകൽപ്പനകൾ, അതിന്റെ ഇമേജസ് 2 എണ്ണം എടുത്തെഴുതുക എന്നുള്ളതാണ്. അതിൽ ഇവിടെ എണ്ണ കാച്ചിയ നൊമ്പരം എന്നുള്ളത് ഒരു ഇമേജ് ആണ്. പിന്നെ കരളിന്റെ ഉരുളി, കരളാകുന്ന ഉരുളി എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതും ഉത്തരമായിട്ട് വരണം. മൂന്നാമത്തെ ചോദ്യം, കൈപ്പാട് എന്ന ഡോക്യുമെന്ററി സിനിമയുടെ 2 സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ്. കൈപ്പാട് പാരിസ്ഥിതിക പ്രശ്നത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അതൊരു ഉത്തരം. 2, കൈപ്പാട് കൃഷിയിടങ്ങളുടെ ആവശ്യകതയെ നമുക്ക് കാട്ടിത്തരുന്ന ഒരു ഡോക്യുമെന്ററിയാണ്, അതാണ് മൂന്നാമത്തെ ചോദ്യങ്ങളുടെ 2 ഉത്തരങ്ങൾ. കേൾക്കുന്നുണ്ടോ എന്ന ചെറു സിനിമ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്? 2 കാരണങ്ങൾ, നിരീക്ഷണങ്ങൾ കണ്ടെത്തുക. ഒന്നാമത്, കാണാതിരിക്കാനാവാത്ത കാഴ്ചകളുണ്ട്. അതിലെ കാഴ്ചയില്ലാത്ത കുട്ടിയാണല്ലോ അതിലെ മെയിൻ കഥാപാത്രം, എന്നാൽ പോലും അവള് പോലും ഉള്ളുകൊണ്ട് അറിയുന്ന പ്രശ്നങ്ങളുണ്ട്. 2, പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് കൈപ്പാട് എന്ന് കേൾക്കുന്നുണ്ടോ എന്ന കവിത എന്ന ഡോക്യുമെന്ററി നൽകുന്ന ഒരു സന്ദേശം. അടുത്ത ചോദ്യം, ലാത്തി വെടിയുണ്ട എന്ന പാഠഭാഗത്തെ ദേവകി മാനമ്പള്ളിയുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നിരവധി സ്വഭാവ സവിശേഷതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്തെഴുതാൻ പറ്റുന്നത് ദേശീയ ബോധമുണ്ട്, രണ്ടാമത്തേത് സാമൂഹിക സേവനം അവരുടെ ലക്ഷ്യമായിരുന്നു എന്നുള്ളതാണ്. 6ാമത്തെ ചോദ്യം, സംക്രമണം എന്ന കവിതയിൽ സ്ത്രീ ജീവിതത്തെ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച 2 പ്രതീകങ്ങൾ, വിളനിലങ്ങൾ, ഒരട്ടി മണ്ണ്, വസൂരിമാല, നാറത്തേപ്പ്. അതില് ഒരട്ടി മണ്ണ്, ഒരു പിടി മണ്ണ്, പിന്നെ രണ്ടാമത്തേത് നാറത്തേപ്പ് അല്ലെ, നമ്മൾ ഉപയോഗിച്ച് പഴകി മുഷിഞ്ഞ് നാറിയ അടുക്കളയിലെ ഒരു തുണി എന്നാണ് പറയുന്നത്. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഇനി ഉണ്ട്. അതിൽ ഏതെങ്കിലും 3 എണ്ണം, 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 എണ്ണം എഴുതിയാൽ മതി. ഇതൊക്കെ കൂൾ ഓഫ് ടൈമിൽ ഉത്തരം കണ്ടുപിടിക്കണം. അതിന് 2 മാർക്ക് വീതമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 മാർക്കുള്ള ചോദ്യങ്ങൾക്കെല്ലാം 2 പോയിന്റ്സ് എഴുതിയാൽ മതി, അല്ലാതെ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. അതിന് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട 2 ആൻസർ മാത്രം എഴുതും. അപ്പൊ 7ാമത്തെ ചോദ്യം ഇതിനകത്ത് വരുന്നത്, പൊൻചെമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും ഈ വരിയിൽ തെളിയുന്ന ഭാവം എന്താണ്? അപ്പൊ ആ വരിയിൽ തെളിയുന്ന ഭാവം എന്ന് പറഞ്ഞാൽ പ്രണയഭാവമാണ് അതിനകത്ത് തെളിയുന്നത്. അപ്പൊ ഇതിന് 1-2 വാക്യങ്ങൾ ഉത്തരം എഴുതുക എന്നാണ്. പൊൻചെമ്പകം പൂത്ത കരൾ എന്ന് പറയുന്നത് പ്രണയഭാവത്തെ സൂചിപ്പിക്കുന്നു. അത് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും ഈ പ്രണയഭാവം വന്നപ്പോഴാണ് അത് തളിർത്തത്. അങ്ങനെയുള്ള 2 പോയിന്റ് ആയിട്ട് എഴുതുക. കായലരികെത്തുന്ന ചലച്ചിത്ര ഗാനത്തിൽ തെളിയുന്ന സാമൂഹ്യ അന്തരീക്ഷത്തെ കുറിച്ച് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു ജീവിത ശൈലിയുള്ള ഒരു ജനതയുടെ ഉള്ളിലെ മോഹങ്ങൾ ആവിഷ്കരിക്കുന്നതാണല്ലോ ആ പാട്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ആ പാട്ടിനെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ 2 സൂചനകൾ കൊടുത്താണ്. അരുളുള്ളവനാണ് ജീവി എന്ന് ശ്രീനാരായണ ഗുരു പറയാനിടയ സാഹചര്യം എന്താണ്? അരുളുള്ളവനാണ് ജീവി, അതായത് അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അരുള് എന്ന വാക്കിന് അൻപതയ എന്നൊക്കെയാണ് അർത്ഥം. അതുള്ളവനാണ് ജീവി. ജീവി എന്ന് പറഞ്ഞാൽ ജീവനുള്ളവൻ.
അതില്ലാത്തവൻ ജീവനേ ഉള്ളവനല്ല, ശവശരീരത്തിന് തുല്യമാണ്. അപ്പൊ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. മുഹീദ്ദീൻ മാലയുടെ സവിശേഷതകൾ കൃത്യമായി രേഖപ്പെടുത്തുക രണ്ടെണ്ണം. അതിൽ ഒന്ന്, കാലം കൃത്യമായി രേഖപ്പെടുത്തിയ കൃതി അറബി മലയാള കൃതിയാണ് മുഹീദ്ദീൻ മാല. രണ്ടാമത്തേത് സാമൂഹിക പ്രശ്നങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 6 അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 4 സ്കോർ വീതം. ഈ ചോദ്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 മാർക്ക് ചോദ്യങ്ങളാവുമ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം ഉത്തരം എഴുതുക. അത് 2 പാരഗ്രാഫായിട്ടോ 3 പാരഗ്രാഫായിട്ടോ എഴുതാം. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഇണങ്ങിച്ചേരുന്ന കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണോ പേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്? അല്ലേ? കാരണം മനുഷ്യനും പ്രകൃതി അതിനകത്ത് പറയുന്നുണ്ടല്ലോ, നമുക്ക് കുപ്പിവെള്ളങ്ങളെയാണ് നമുക്കിഷ്ടം. കുപ്പിവെള്ളങ്ങളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ പ്രകൃതി നൽകുന്ന ഔഷധ മൂല്യങ്ങൾ അടങ്ങിയ വെള്ളമാണ് കാട്ടിലെ ചോലകളിലൂടെ വരുന്നത്. അത് കുടിച്ചാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറും. പക്ഷേ നമ്മൾ അതിനെ ആശ്രയിക്കുന്നില്ല. അപ്പൊ പാരസ്പരിക ബന്ധം മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ളത് നഷ്ടപ്പെടുകയാണ്. 12ാമത്തെ ചോദ്യം, മണൽത്തരിയോളം പോകുന്നൊരു മത്സ്യം എന്ന് ഒറ്റയ്ക്ക് തിരയോട് പൊരുതി നിന്നു. അതായത് പിന്തള്ളപ്പെട്ടവനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും ജീവിക്കണം ഈ ഭൂമിയിൽ. അപ്പൊ ദുർബലരും പ്രതിരോധത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സ്യം നമുക്ക് തരുന്ന ആശയം. ജനപ്രിയ സിനിമകളുടെ സവിശേഷതകളൊക്കെ ജോണി പറയുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെള്ളിത്തിരയിൽ കാണുന്നതിനാണ് ജനപ്രിയ സിനിമകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അതിനകത്ത് നടക്കുന്നതെങ്കിലും നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നത്. മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ദർശനങ്ങളാണോ അനർഘ നിമിഷം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ അനർഘ നിമിഷം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരാളിന്റെ വിലാപമായിട്ടും ദൈവവുമായിട്ടുള്ള മനുഷ്യനുമായിട്ടുള്ള ബന്ധമായിട്ടും ഒക്കെ പല രീതിയിൽ അതിനെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആശയം ഇത്. ചെറുശ്ശേരിയുടെ പീലിക്കണ്ണുകൾ എന്ന കവിതയുടെ കാവ്യഭാഷയുടെ പ്രത്യേകത. ചെറുശ്ശേരിയുടെ കവിതകളിൽ ഒരുപാട് പുതിയ പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള കവിയാണ്. അക്ഷരങ്ങളുടെ ദ്വിതീയാക്ഷര പ്രാസം, അങ്ങനെയുള്ള പ്രാസങ്ങൾ ദീക്ഷിക്കുന്ന രീതി അദ്ദേഹം അനുവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യം, ഗ്രന്ഥകർത്താക്കളെ യഥാക്രമം എടുത്തെഴുതുക, ചേരുംപടി ചേർക്കുക. ജോനാഥൻ ലിവിങ്സ്റ്റൺ റിച്ചാർഡ് ബാക്കാണ്. ആരാച്ചാർ KR മീര, മുഹീദ്ദീൻ മാല ഖാസി മുഹമ്മദ്, ദ്വാരക വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ. ഇനിയുള്ളത് 18 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ 3 എണ്ണമാണ്. 3 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. അത് 3 പാരഗ്രാഫായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഭൂത വർത്തമാനങ്ങളുടെ ഓർമ്മകളാണ് സന്ദർശനം. ശരിയല്ലേ? കാരണം ഭൂതകാലത്താണ് ഇവർ തമ്മിൽ പ്രണയിതാക്കളായിരുന്നത്. വർത്തമാനകാലത്തിൽ അവരുടെ പ്രണയം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതിനെക്കുറിച്ചുള്ളത് നിലപാട് കുറിപ്പായിട്ട് എഴുതുക. ലാത്തിയും വെടിയുണ്ട് എന്ന കവിതയിലെ 2 കഥാപാത്രങ്ങളാണ് ദേവകി മാനമ്പള്ളിയും തങ്കം നായരും. ദേവകി മാനമ്പള്ളി കുടുംബജീവിതം ഒന്നുമില്ല. അവര് രാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്, സ്വാതന്ത്ര്യ ബോധമുള്ളവരാണ്, ദേശീയതയോട് താല്പര്യമുള്ളവരാണ്. എന്നാൽ തങ്കം നായർ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ 2 മക്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടിരിക്കുന്ന സ്വാർത്ഥമതിയായ ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ആ സാമ്യ വ്യത്യാസങ്ങൾ എഴുതുക. 20ാമത്തെ ചോദ്യം, പുറപ്പെട്ടയിടത്താണ് അവൾ 1000 കാതം നടന്നിട്ടും. സംക്രമണം എന്ന കവിതയിൽ, അതായത് അവള് ആധുനികതയിലേക്കും അല്ലെങ്കിൽ സമത്വത്തിലേക്കും നടക്കുകയാണ്. പക്ഷെ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ ഇന്ന് നിൽക്കുകയാണ്. ഇന്ന് സ്ത്രീക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ വേണം എന്നുള്ളതാണ്. 21ാമത്തെ ചോദ്യം, ആൾക്കൂട്ടം ബൈസിക്കിൾ തീവ്സിലെ പ്രധാന കഥാപാത്രമാണ്. ആണ്. കാരണം റിച്ചി സൈക്കിൾ മോഷ്ടിക്കുന്നിടത്ത്, റിച്ചിയെ ആൾക്കൂട്ടം പിടിക്കുന്നിടത്ത്, റിച്ചിയുടെ സൈക്കിൾ നഷ്ടമാകുന്നിടത്ത്, ഇതെല്ലാം ആൾക്കൂട്ടം ഇടുന്നുണ്ട്. 21ാമത്തെ ചോദ്യം, നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പി കുഞ്ഞിരാമന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് പ്രേമവേദന പാകി മറയുന്നതാര്, ഋതുക്കൾ, പറവപ്പറ്റങ്ങൾ എന്താണ് ചെയ്യുന്നത്? പറവപ്പറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ഏകാന്തമായ വന നദീ തീരങ്ങൾ തേടി ഗാനനൗകകൾ, പാട്ടുകൾ പാടി തുഴഞ്ഞു പോകുന്നു. കവിതാ സമാധിയിൽ ഉറച്ച മലകൾ എന്ത് ചെയ്യുകയാണ്? കരളിൽ കലമ്പലറ്റ് ആനന്ദ സുധ തേടുകയാണ്. കരളിൽ ഇവർക്ക് ആനന്ദം വേണം, ആനന്ദമാകുന്ന അമൃത തേടിയാണ് അവർ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ എഴുതുക. ഇനി 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഒന്നരപ്പുറത്തിൽ കവിയത ഉത്തരം എഴുതുക. സ്വാതന്ത്ര്യത്തിന്റെ തലങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ഓർമ്മയുടെ ഞരമ്പ്. അപ്പൊ മുഖ്യ കഥാപാത്രം സ്ത്രീയാണ്, അല്ലെ? സ്ത്രീ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അതിലെ നായിക. പക്ഷെ അവര് പഴയ തലമുറയിലുള്ളവളാണ്. പക്ഷെ
ഇപ്പോഴത്തെ പുതുതലമുറയിൽപ്പെട്ട പെൺകുട്ടിക്കും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇത് തമ്മിൽ താരതമ്യപ്പെടുത്തി എഴുതും. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും ഊഞ്ഞാലിൽ എന്ന കവിതയിൽ ഊഞ്ഞാലിൽ ജീവിതം തുടങ്ങി 30 വർഷങ്ങൾക്ക് ശേഷം അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മാതൃവാത്സല്യത്തിന്റെ കഥയാണ് ശസ്ത്രക്രിയ. അത് ആ കഥയുടെ ആശയം അങ്ങനെയാണല്ലോ. മകൻ തന്നെയാണ് തന്റെ ഗർഭപാത്രം മുറിച്ചു മാറ്റേണ്ടതെന്ന് തീരുമാനിക്കുന്ന അമ്മയും അമ്മയോട് മകനുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു ഭാഗം, ഈ ഒരു കഥ. അപ്പൊ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, 1 വേർഡ് ചോദ്യങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6 മാർക്ക് 8 മാർക്ക് ചോദ്യങ്ങൾ എഴുതാം. അതിനുശേഷം 4 മാർക്കിന്റെയും 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ടൈമിംഗ് ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സ്കൂൾ ഓഫ് ടൈമും കൂടെ ചേർത്ത് നമ്മുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.